ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 16 ഡേ 15. ഇവിടെ ഈ എപ്പിസോഡിനെ കുറിച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ ഒരു വേർഷൻ പറയുന്നതിന് മുമ്പ് ഈ ഷോവിൻ്റെ ക്രിയേറ്റേഴ്സിനോട് ഒരു റിക്വസ്റ്റാണ്. ആസ് എ പ്രീവിയസ് കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. ഈ ലൈവ് ഭയങ്കര എൻഗേജിങ് ആണ്. ഭയങ്കര എൻഗേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ നല്ല ത്രില്ലർ സിനിമ കണ്ടിരിക്കുമ്പോൾ ത്രില്ലുള്ള മൂമെൻ്റ് എപ്പോൾ വരുന്നു, അല്ലെങ്കിൽ ഇനി എപ്പോൾ എന്ത് സംഭവിക്കുന്നു, ട്വിസ്റ്റ് അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണേന്നുള്ളൊരു സാധനം കിട്ടുന്നുണ്ട് ലൈവിനകത്ത്. ഓക്കെ, പക്ഷെ അത് എപ്പിസോഡ് ആവുമ്പോണ്ടല്ലോ മറ്റേ കാറ്റഴിച്ച ബലൂണ് പോലെയാണ് എപ്പിസോഡ് പുറത്തു വരുന്നത്. ഇറലവൻ്റ് ആയിട്ടുള്ള കുറേ കണ്ടൻറ്റുകൾ, ലെറ്റ്സ് ഈ ശാരികേൻ്റെ ഹോട്ട് സീറ്റ്, അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ ഇതിനകത്ത് സത്യത്തിൽ ഇറലവൻ്റ് ആണ്. ചിലപ്പോൾ ഷോയുടെ ഒരു ഫോർമാറ്റ് ഈ സീസണിൽ കുറേ എല്ലാവർക്കും തുല്യമായ സ്ക്രീൻ സ്പേസ് കൊടുക്കണം എന്നുള്ള രീതി. കാരണം ഈ ആഴ്ചയൊക്കെ നോക്കിയാൽ മതി, ചില ആളുകൾ ഇല്ല, കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ ചില ആളുകളില്ല, കഴിഞ്ഞ ആഴ്ച ഇല്ലാത്ത ആളുകൾക്ക് ഈ ആഴ്ച സ്ക്രീൻ സ്പേസ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഫോർമാറ്റ്. പക്ഷേ ഈ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്പുറത്ത് ഓടുന്ന റെലവൻറ്റ് കണ്ടൻറ്റുകൾ, ഇപ്പോൾ ലൈവ് കാണുന്ന നമുക്കറിയാം എന്തൊക്കെയാണ് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ എന്നുള്ളത്. ആ സാധനങ്ങളൊന്നും തൊടാതെ ഈ ഇറലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇത്രയും എന്താ പറയുക, ഒരു ഏകദേശം 1 മണിക്കൂർ ഉള്ള ഒരു എപ്പിസോഡിനകത്ത് ഒരു 10-20 മിനിറ്റ് ആ ഇറലവൻറ്റ് സാധനമൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വർക്കാവില്ല. കാരണം എല്ലാവരും ലൈവ് കണ്ടിട്ട് വന്നിട്ട് എപ്പിസോഡ് കാണുന്നവരല്ല. ഒരു മോസ്റ്റ് മെജോറിറ്റി ആളുകളും ലൈവ് കാണാതെ എപ്പിസോഡ് കാണുന്ന ആളുകളാണ്. അവർക്ക് ഈ സാധനം കണക്റ്റ് ആവില്ല എന്നുള്ളൊരു കാരണം എന്നോട് പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സായി, നിങ്ങളുടെ വീഡിയോ നമുക്ക് കാണുമ്പോൾ നിങ്ങൾ ഒറ്റ വീഡിയോനകത്ത് ലൈവിൽ നടന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ലൈവിൽ അതിൻ്റെ ബാക്കിൽ എന്ത് നടന്നു എന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സമ്മർ വീഡിയോ, രേവതിയോ അൻഷിഫോ, അങ്ങനെ ഒരുപാട് പേര് മെയിൻ സ്ട്രീമായിട്ട് ഈ കാര്യങ്ങൾ ലൈവ് അപ്ഡേറ്റ്സ് കൊടുക്കുന്ന ചാനലുകളുണ്ട്. അവരിതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് എപ്പിസോഡിൽ നടന്നൊരു സംഗതിയുടെ കോർ ബേസ് മനസ്സിലാവണമെന്നുള്ളത്. ബിക്കോസ് ഇതിൻ്റെ ടീമിന് ഈ ഒരു പെർട്ടിക്കുലർ 60 മിനിറ്റ് ഓക്കെ വലിയ പ്രശ്നമാണ്, നിങ്ങൾക്ക് അറിയാം. കാരണം 60 മിനിറ്റ് കണ്ടൻറ്റ് കുത്തി കയറ്റുക എന്നുള്ളത്, എന്നാലും ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റിൻ്റെ അറ്റവും വാലും മുക്കും വേണ്ടേ. അല്ലാതെ ആ സാധനം എന്തിനു നടന്നു, എങ്ങനെ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് വോട്ടിങ്ങിനെയും കണ്ടസ്റ്റൻസിനും ഒക്കെ ബാധിക്കും. സോ ദാറ്റ്സ് എ റിക്വസ്റ്റ്. ഈ പറഞ്ഞ എപ്പിസോഡ്സ് എൻഗേജിങ് ആവണം, അല്ലാതെ ഒരു കാര്യമില്ല. കാരണം മോസ്റ്റ് മെജോറിറ്റി എപ്പിസോഡ്സ് ആണ് കാണുന്നത്, ലൈവ് കണ്ട് എപ്പിസോഡ് കാണുന്നവരുടെ എണ്ണം കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നൂറ ആൻഡ് നമ്മുടെ നിവിൻ്റെ അടിയിൽ നിന്നാണ്. ആ ഒരു അടി ബേസിക്കലി എനിക്ക് തോന്നുന്നത് നിവിന് ഒരു കള്ളൻ ഇമേജ് അല്ലേ, ഒരു കള്ളൻ ഇമേജ് ആ വീടിനകത്ത് നിവിൻ തന്നെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് നിവിൻ്റെ കൈ, ഇപ്പോൾ നിവിൻ ഈ പറഞ്ഞ അടുക്കള ടീമിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേ മഷിട്ട് നോക്കേണ്ട ഒരു അവസ്ഥയാണ് ബാക്കിയുള്ള ആളുകൾ. കാരണം അവന് ഏത് ടീമിൽ നിന്നാലും അവന് ഇൻവിസിബിൾ ആണ്. കാരണം പണിയെടുക്കില്ല. വെസൽ ടീമിലാവുമ്പോഴും പണിയെടുക്കില്ല, ക്യാപ്റ്റനായിട്ട് വെസൽ ടീമിലിട്ടിട്ടും പണിയെടുത്തിട്ടില്ല. ഇവനെ കിച്ചൺ ടീം കയറ്റിയാലും ഇവൻ ആ കിച്ചൻ്റെ ഭാഗത്ത് കൂടി പോവില്ല. അപ്പം അങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ സ്വന്തം ടീമിലാണ് നൂറ കിച്ചൺ ടീമിലായിട്ട് പോലും ഇവൻ ഇത് ചെയ്യുമ്പോൾ നൂറ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ കക്കാൻ വേണ്ടി വന്നതാണ് ഓറഞ്ച് എന്നുള്ള നിലയ്ക്കാണ് കയറിയിട്ട് ഫയർ ചെയ്തത്. അതിന് നൂറേനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവൻ ആ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് നൂറ ആ സാധനം പറഞ്ഞത്. ഇത്രേ ഉള്ളൂ അതിൻ്റെ മുകളിൽ. അപ്പം അതിൽ നിന്നാണ് പരിപാടികൾ തുടങ്ങുന്നത്. ഇന്നലെ ലൈവ് രാത്രി പുലർച്ചെ സമയത്തൊക്കെ കണ്ടവർക്ക് അറിയാം, അതിനകത്ത് ഇതിലും വലിയ ഘോര ഐറ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ അനുമോൾ ആൻഡ് ആര്യൻ്റെ ലവ് ട്രാക്ക് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എനിക്കിതൊരു ക്രിഞ്ച് ട്രാക്കായിട്ടാണ് തോന്നുന്നത്. ഇതിനകത്തൊരു ലവ് എലമെൻ്റ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഭയങ്കര ക്രിഞ്ചായി പോയി സത്യം പറഞ്ഞാൽ. ക്രിഞ്ച് ഇൻ ദ സെൻസ് ഒരു എന്താ പറയുക, ഒട്ടും ഒരു ഒരു പറഞ്ഞ ആരൊക്കെയോ ചെയ്യിപ്പിക്കണ പോലെ, അല്ലെങ്കിൽ അവരെന്നെ ഞങ്ങളിത് പിടിച്ചാലോ ഇപ്പം എവിടേക്കോ ഇവർക്ക് തന്നെ തോന്നുന്നു. അനുമോക്കും വരും തന്നെ തോന്നുകയാണ്. ലവ് ആണെന്ന് വെച്ചാൽ ലവ് ട്രാക്ക് അല്ല, എന്നാലൊരു കോംബോ ട്രാക്ക് ആണെന്ന് വെച്ചാൽ കോംബോ ട്രാക്കാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു സാധനം വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. നിലത്തിരിക്കണു, ചിരിക്കണു, കിരീടം വെച്ച് കൊടുക്കണു, ചിരിക്കണു, എന്തൊക്കെയോ കോമാളിത്തരം അതിനകത്ത് നടക്കുന്നുണ്ട്. ക്രിഞ്ച് എലമെൻ്റാണ് ആ സാധനങ്ങൾ. അത്യാവശ്യം എന്താ പറയുക, അതിങ്ങനെ കുറച്ച് നേരം കാണിക്കുന്നുണ്ട്. അത് വീട്ടിനകത്തുള്ളവർക്കും ഒരു അരോചകമായി തോന്നിയത് കൊണ്ടാണ് ആ ഒരു കണ്ടന്റിന് അവരും വില കൊടുക്കാതിരുന്നു അല്ലേ. വീട്ടുകാരും അധികം അതിന് ആ സാധനത്തിനകത്ത് വില കൊടുത്തിട്ടില്ല, അവരത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞൊരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ആദിലും അങ്ങനെ കുറേ പേര് ചെന്നിട്ട് ഇവളോട് ഈ ലവ് കോംബോനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ ഞാൻ എപ്പിസോഡ് ഇപ്പോൾ ഈ തുടങ്ങുന്ന ആദ്യം പറഞ്ഞ ശരികയുടെ ഹോട്ട് സീറ്റ്, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ ആണ്.
ഈ ഷോയ്ക്ക് എന്തിനാണ് അതിനകത്ത് വേറൊരു ഷോനെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ഇവർ മറന്നുപോയോ കാര്യങ്ങൾ? ബിഗ് ബോസിൻ്റെ ആൾക്കാർ സാധാരണ ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ അവർ സമ്മതിക്കില്ല. വേറൊരു പ്രോഗ്രാം വെച്ച് ഇപ്പോൾ അവരൊരു ആങ്കറാണ്, ഓക്കെ സമ്മതിച്ചു. ആ ആങ്കറായ ശാരിക ചിലപ്പോൾ ഈ ഒരു ഹോട്ട് സീറ്റ് കാരണമാണ് ഫേമസ് ആയിട്ടുണ്ടാവുക, ഓക്കെ അതും സമ്മതിച്ചു. പക്ഷെ ബിഗ് ബോസിനകത്ത് ഇത് അവർ വെച്ച് ഇതൊരു കണ്ടന്റ് ആക്കുമ്പോൾ അതെങ്ങനെ ഇവർ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അതിന്ന് അതിന്നുള്ള ലോക്കൽ കണ്ടന്റാണ്. ലോക്കൽ കണ്ടന്റ് ഇൻ ദ സെൻസ് ഇപ്പോൾ ബിഗ് ബോസ് തന്നെ നിങ്ങൾ ഇന്നലെ രാത്രി മുതൽ ലാലേട്ടൻ വന്നു പോയത് മുതൽ ബിൻസി ഔട്ടായത് മുതൽ എടുത്ത് നോക്കി എന്താ അതിനകത്ത് നടക്കുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവുമല്ലോ, ഇലക്ഷൻ ഏതെങ്കിലുമൊക്കെ ചെക്കന്മാർ നിന്ന് കഴിഞ്ഞാൽ പണ്ട് സന്ദേശത്ത് പറഞ്ഞ മാതിരി വല്ല വെണ്ണി കേസോ മറ്റേ കേസോ ഇട്ട് കൊടുത്തിട്ട് അവരെ സൈഡാക്കാന്ന് പറഞ്ഞ പോലെയാണ്. അക്ബറിനെതിരെ ആരോപണം, നിവിനെതിരെ ആരോപണം, അപ്പാനിക്കെതിരെ ആരോപണം, വന്നോനും പോയോനും നിന്നോനും ആളാ വെണ്ണാ നോക്കാതെ ഒക്കെ എന്താണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കേസ് ഇട്ട് കൊടുക്കുക. ഈ സദാചാര കേസുകൾ ഇട്ടിട്ട് വിടുക. ആ സെയിം കൈൻഡ് ഓഫ് സാധനമാണ് ആരടിച്ചത്? ശാരിക കലാഭവൻ സരികേനെ അടിച്ച സാധനം. കലാഭവൻ സരിക അപ്പം വീണ് ചിരിച്ചു പോയ കലാഭവൻ സരികയ്ക്ക് മനസ്സിലായി ഇതൊരു കണ്ടന്റാണ്. കലാഭവൻ സരിക വീണ്ടും അത് ബൂമറാങ്ക് മാതിരി തിരിച്ചു വന്നിട്ട് അത് 4 ആളെ കൂട്ടി നാട്ടുകൂട്ടം മാതിരി ഇരുത്തി. പിന്നെ അതെന്തായി, അവർക്ക് സങ്കടമായി, അങ്ങട്ടായി ഇങ്ങട്ടായി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ശരിക്കും സാരിക്കും തമ്മിൽ കെട്ടിപ്പിടിച്ചൊരു നൃത്തം. അതാണ് ആ ഒരു ബേസിക്കലി ആ കണ്ടന്റ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ സാധനം, അടുക്കളയിലടി. സത്യത്തിൽ റന ഫാത്തിമ ചൊറിഞ്ഞ്, ആ ചൊറി ഒരു റെലവൻറ്റ് ചൊറിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുമോള് കഴിഞ്ഞ ആഴ്ച എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് റന ഫാത്തിമ അത് യൂസ് ചെയ്തത്, അല്ലേ? എനിക്ക് തോന്നിയോ? അനുമോള് നെഗറ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ല, അനുമോള് പോസിറ്റീവ് ആവും, പക്ഷെ അനുമോള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നെഗറ്റീവായിട്ട് സർവൈവ് ചെയ്യും. ഇപ്പൊ ഗിസേൽ എന്താ ഉണ്ടായേ? അനുമോള് പോസിറ്റീവായി, ഗിസേൽ ഓപ്പോസിറ്റ് സ്ട്രോങ് PR ഉണ്ടെന്നും പുറത്ത് അത്യാവശ്യം കളി നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ റെനയ്ക്ക് മനസ്സിലായതുകൊണ്ട് ആ ഡയലോഗ് ഒന്ന് അടിച്ചു വിട്ടോ. റെന പോയിട്ട് മറ്റേ ഈ SIൻ്റെ അടുത്ത് കോൺസ്റ്റബിൾ പോയി റിപ്പോർട്ട് ചെയ്യണ പോലെ റെന പോയിട്ട് ഗിസേലിൻ്റെ അടുത്ത് ഇറക്കി റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ഈ റെന എന്ത് ചെയ്തിട്ടുണ്ട്? റെനേൻ്റെ മൈൻഡിൽ അതുണ്ട്, PR ഉണ്ട്, അത്യാവശ്യം ഇവിടെ ഈ പറഞ്ഞ കുല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, കുലസ്ത്രീ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, കയറി ചൊറിയാം. ഓക്കെ, ഗിസയിൽ എങ്ങനെയാണോ ആ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയത് കഴിഞ്ഞ ആഴ്ച, അല്ലെങ്കിൽ ഗിസൈലിൻ്റെയും അനുമോളിയും കോംബോ എങ്ങനെയാണോ ഓടി അതുപോലെ ഒരു സാധനം പിടിക്കാന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ആര് വിട്ടത്? റന ഫാത്തിമ വിട്ടത്. അവിടെ അനുമോള് എനിക്ക് തോന്നുന്നൊരു തെറ്റ് ഇല്ല, അനുമോളെ ഭാഗത്ത് നിന്ന് ഒരു സീൻ വന്നിട്ടില്ല. ആകെ വന്നത് വായെന്ന് ചാടിയത് ആ പറഞ്ഞ വീട്ടുകാരെ പറയുന്നതാണ്. അത് അനു എനിക്ക് തോന്നുന്നു ഇനി മാറാനും പോണില്ല. ബേസിക് സാധനമാണ് അത്. ഈ കുലസ്ത്രീ കൺസെപ്റ്റിലെ ബേസിക് വർത്താനമാണ്. നിന്റെ വളർത്തുദോഷം, നിന്റെ അച്ഛനും അമ്മയും നിന്നെ വളർത്തിയത്. ഒരു പ്രോ കുല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു കുലപുരുഷനും ഒരു കുലസ്ത്രീയും പറയുന്ന സാധനമാണ്. ഓക്കെ, നിന്റെ വളർത്തുദോഷം കുട്ടിയേ, നിന്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ പറയും. ആ സാധനമാണ് അനുമോൾ എടുത്ത് അടിച്ചത്. അത് റെനേനെ പോലെ കുറച്ച് പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു ജെൻസി കുട്ടിക്കൊന്നും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സാധനമല്ല അത്. ഈ ജനറേഷനിൽ ഇപ്പോഴത്തെ ടൈം ഫ്രെയിമിനകത്തത് പറയുന്നത് എനിക്ക് അത്രത്തോളം ഇഷ്ടമല്ല, എനിക്ക് അരോചകമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇതും കൈയടിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടാവും. മോളെ നീ വെറുപ്പ് മേടിച്ച് വെക്കരുത്. ആ ഡയലോഗുകൾ ശ്രദ്ധിച്ചോ? ഫാബ്രിക്കേഷൻ എങ്ങനെ വരുന്നത്? മോളെ നീ എന്ത് വലിയവരോട് സംസാരിച്ച് വെറുപ്പ് വാങ്ങരുത്, ശാപം വാങ്ങരുത്, നിൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ വളർത്തി, ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു അനുമോളുടെ സാധനമുണ്ട്. ബട്ട് സ്റ്റിൽ ആ കണ്ടന്റിൻ്റെ മുകളിൽ അനുമോളെ പോയി ചൊറിഞ്ഞ് റന ഫാത്തിമ സ്വയം നെഗറ്റീവ് ആവും ഈ ആഴ്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആഴ്ച മൊത്തം റന അനുമോളെ പിടിക്കും. റന ഔട്ടാവില്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. പക്ഷെ റന ഫാത്തിമയുടെ ഒരു ബേസിക്സ് ലൈൻ ഇതായിരിക്കും, അനുമോളെ ചൊറിയാൻ. അനുമോൾ പ്രൊവോക്ഡ് ആയി. പിന്നെ അനുമോളെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രൊവോക്കായ അപ്പക്കാര്യം ചപ്പാത്തിക്കള്ളിൽ നിന്ന് വിളിച്ചോട് കൂടി തീർന്നു. ചപ്പാത്തിക്കള്ളി എന്നുള്ള സാധനം ഇട്ട് കൊടുത്താൽ തന്നെ സ്വയം എന്ത് ചെയ്താൽ ഇട്ട് കൊടുത്ത സാധനം, ഞാൻ ചപ്പാത്തിക്കള്ളിൽ നിന്ന് പുറത്തുള്ളവർ വിളിക്കുമോ എന്നുള്ളത് ഇവളെന്നെ ഇട്ട് കൊടുത്ത സാധനമാണ്. എന്നിട്ട് ഇവളെന്താ അറിയോ, ഈ അനുമോളെ സീന് അനുമോളെ ആദ്യം ഒന്ന് ഫൈറ്റ് ചെയ്യും, ഏതടിയിലും ആദ്യം ഒന്ന് ഫൈറ്റ് ചെയ്യും, എന്നിട്ട് കരയും. അതൊരു ബേസിക് നേച്ചറാണ് തോന്നുന്നുണ്ട് ആ ലേഡിയുടെ. കരച്ചില് അങ്ങനെ വേണച്ച് അല്ലേ ഉണ്ടാക്കി വെക്കുക. ആദ്യമൊക്കെ ഒരു ഉണ്ടാക്കിയുള്ള എലമെന്റ് തോന്നിയിരുന്നു. ഇത് ഈ കരച്ചിൽ എലമെന്റ് ഇങ്ങനെ 30 അതെ. എന്തായാലും ഈ പ്രാവശ്യത്തെ ടിഷ്യൂ ബോക്സ് അനുമോളാണ്. ടിഷ്യൂ ബോക്സ് മൊത്തം അനുമോള് കൊണ്ടുപോയി. അപ്പൊ ആ കണ്ടന്റ് അങ്ങനെ പോയി. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യം പറയാം, ഈ സീസണിൽ ഇതുവരെയുള്ള പോക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഷാനവാസ് അനുമോളായിരിക്കും കപ്പിനുള്ള ഓട്ടം ഇങ്ങനെ പോവുകയാണെങ്കിൽ. കാരണം രണ്ടുപേർക്കും ഒന്നൊരു കുലപുരുഷൻ ലൈനും പിടിക്കുന്നുണ്ട്, ഒന്നൊരു കുലസ്ത്രീ ലൈനും പിടിക്കുന്നുണ്ട്.
അത് മാത്രമല്ല ഉപദേശിയിലായിന് രണ്ടുപേരും ജെനുവിനായിട്ട് തന്നെ തോന്നുന്നു, കാരണം അവർ ഉള്ളിലുള്ള സാധനങ്ങൾ തന്നെ വരുന്നത് തോന്നുന്നുണ്ട്. ഉള്ളിലുള്ള സാധനങ്ങൾ പ്ലസ് അനുമോക്ക് ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. അനുമോക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ്, ഒരു PR. ഈ ഫാൻ ബേസ് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അനുമോള് എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? ഇല്ല, കുറവായിരിക്കും പേരിലുണ്ടാവുന്നത്. എത്ര സീരിയൽ ചെയ്തിട്ടുണ്ട്? എത്ര സീരിയൽ? എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ എത്ര സീരിയൽ? എനിക്കും അനുമോൾ അങ്ങനെ വളരെ ഭയങ്കര സീരിയൽ ഫെയിം ആയിട്ട് തോന്നുന്നില്ല. ആകെയുള്ള എന്താണ് നമ്മളെ മറ്റേ ഷോ മാത്രമാണ്. ആ ഷോന്റെ പേരെന്തെയ്യുന്നു? ഷിയാസ് കരീമൊക്കെ ഉള്ള സ്റ്റാർ മാജിക് ഷോന്റെ ഒരു ഫെയിമിലാണ് അനുമോള് വരുന്നത്. പിന്നെ കുറെ ഈ ഉദ്ഘാടനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളും എന്താ കുറെ അങ്ങനത്തെ റിയാലിറ്റി ഫൺ ഗെയിം സാധനങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിന്റെ ഒരു ഫാൻ ബേസ് അതന്നെ നിന്നിട്ട് എത്ര കാലമായി? കുറച്ചായില്ലേ? അപ്പൊ ആ ഫാൻ ബേസ്, അപ്പൊ അവിടെയാണ് എനിക്ക് തോന്നുന്നത് അനുമോളുടെ PR ഡൗട്ട്. അവിടെയാണ് ഞാൻ PR ഡൗട്ട് ചെയ്യുന്നത്. കാരണം ഇത്ര നേരം കൊണ്ട് ഇത്രയും ആളുകൾ കയറാൻ മാത്രമുള്ള ഒരു ഫെയിം അല്ല ആര് അനുമോളവിടെ. അവിടെയാണ് എനിക്ക്, അങ്ങനെയാണ് ഈ ഗിസൈലിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം ഗിസൈൽ മലയാളത്തിൽ അല്ലെങ്കിൽ പോലും ഹിന്ദിക്കാരെന്ത് ചെയ്യണം? PR വരണം. ഇത് നമ്മളൊന്നും കമന്റ് ബോക്സിൽ ഒരു ഹിന്ദിക്കാരെയും കാണാനൊന്നുമില്ല. അല്ലെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജിലുണ്ട്, അല്ലാതെ എവിടെയും നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കാണാനില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു PR പ്ലസ് ഫെയിം പുഷാണ് അനുമോക്ക് കിട്ടുന്നത്. ആൻഡ് അനുമോളെ കോണ്ടന്റ്, അനുമോൾ നല്ല രീതിയിൽ കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചില സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല, ഞാനത് തുറന്നു പറയാറുണ്ട്. ഇന്നത്തെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ വെറുതെ ചൊറിയാണ് റന ഫാത്തിമ എടുത്ത് അടിച്ചത്. ആ ചൊറിക്കുള്ള എന്താ പറയുക ഒരു നെഗ് എന്താണെങ്കിലും റന ഫാത്തിമയ്ക്ക് വീഴുകയും ചെയ്യും, അത് ഉറപ്പാണ് ആ സംഗതി. അതിനുശേഷം ബിഗ് ബോസിൻ്റെ ഒരു നൈസ് നറേഷൻ ഉണ്ടായിരുന്നു ഇന്ന് നോമിനേഷൻ്റെ സമയത്ത്. നോമിനേഷൻ നിങ്ങൾക്ക് അടുത്ത വീക്കുള്ള എവിക്ഷൻ നോമിനേഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറച്ചധികം സാധനങ്ങൾ ആദ്യം ഇട്ട് കൊടുത്തു. ആ ടാഗിൽ പോയിട്ട് സിമ്പിളായിട്ട് വന്ന് പറഞ്ഞു പോയാൽ മതി ഇവർക്ക്. അപ്പോഴും അനുമോള് കരച്ചിൽ നിർത്തുന്നില്ല, ചപ്പാത്തിക്കളി പോലെ തന്നെ നിന്നിട്ട് അനുമോൾ അവിടെയും നല്ല കരച്ചിലാണ്. പിന്നെ നോമിനേഷൻ്റെ സമയത്ത് തന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആ ബെൽറ്റിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പാനി, അക്ബർ, അവരൊക്കെ നല്ല രീതിയിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒന്ന് ടാർഗറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അത്യാവശ്യം അവിടെ ഇപ്പോൾ ഷാനവാസ്, ഒനീൽ, അബി, നിവിൻ, അനീഷില്ല. അനീഷ് ഈ ഗ്രൂപ്പിലൊന്നുമില്ല കേട്ടോ. അനീഷ് ഈ ഒരൊറ്റ ഗ്രൂപ്പിലും ഇല്ല. അവരൊരു ബെൽറ്റായിട്ട് മാറുന്നുണ്ട്. ആരും പിന്നെ അവിടെ ഇവിടെയൊക്കെ ചാടി നടക്കുന്നുണ്ട്. അക്ബറും ഗിസേലും റനീം, ശരത്ത്, ഇവരൊക്കെ ഒരു ബെൽറ്റായിട്ട്. പിന്നെ കലാഭവൻ സാരിക അവിടെ ഇവിടെയാണ്. 4 മെജോറിറ്റി ഇപ്പുറത്താണ് ഇരിക്കുന്നത്. കണ്ടറിയണം കോശി അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്ന് മറ്റേ ലാലേട്ടൻ വന്നു പോയതിനു ശേഷം എവിടെ പോണു ഈ ചൈനീസ് ഉപഗ്രഹമല്ലേ, ഞാൻ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വിട്ടിട്ടുണ്ട് ഇവിടുന്ന്, ഭൂമിയിൽ നിന്ന് വിട്ടിട്ടുണ്ട് ആകാശത്തേക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ആര് നടക്കുന്നത്, ശൈത്യം നടക്കുന്നത്. ശൈത്യം കുറേ അനുമോളടുത്ത് പോകാൻ നോക്കും, പിന്നെ പോവാതിരിക്കും, പിന്നെയും പോവും, പിന്നെ ഈ കളിയാണ് ശൈത്യം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രേണു സുധി എസ്കേപ്പായി ഈ ആഴ്ച. രേണു പതുങ്ങിയിരുന്ന് ഈ ആഴ്ച നൈസായി സ്കിപ്പടിച്ച് എവിക്ഷൻ സാധനത്തുനിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്ന രേണു സുധി ഒരു സൈഡിൽ കൂടി അങ്ങനെ രക്ഷപ്പെട്ട് ഇഞ്ചിക്ക് പോകുന്നുണ്ട്. ബാക്കി ഇപ്പോൾ ഒരു 9 പേര് എന്താണെങ്കിലും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒനീൽ, അക്ബർ, പിന്നെ അറിയിക്കുക റെന, ഒനീൽ, അക്ബർ, റെന, കലാഭവൻ സരിക, ഷാനവാസ്, അനുമോള് അല്ലേ, അനുമോള്, അങ്ങനെ അപ്പാനി ശരത്ത്, ശൈത്യ ഇത്രയും ആളുകൾ എന്തിൽ വന്നിട്ടുണ്ട്, നോമിനേഷന്റെ സാധനത്തിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അവരൊക്കെ രക്ഷപ്പെട്ടു. അവർക്കൊന്നും കണ്ടന്റ് ഇല്ല. അനീഷ് ആകെ ഞെട്ടിട്ടോ. അനീഷ് സത്യമാണ്, അനീഷ് ഞെട്ടാൻ കിടക്കണുള്ളൂ. കാരണം അനീഷിന്റെ സ്ക്രീൻ സ്പേസ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അനീഷിന് കിട്ടുന്നത് തന്നെ കുറവാണ്. അനീഷ് ഇനി അടീനെ മുകളിൽ അടി ഉണ്ടാക്കേണ്ടി വരും. അതോ ഇനി ലാലേട്ടൻ വന്ന് പറഞ്ഞ പോലെ ഒരു വീക്ക് അഭി നന്മവരായ പോലെ ഇനി അനീഷ് നന്മവരാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അങ്ങനെ ഒരു വഴിക്ക് അത് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും അനുമോള് എന്താ പറയുക ഒരു ബേസിക് കണ്ടന്റ് മേക്കർ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പാനി ശരത്തിന് ആ സാധനത്തിന് മുകളിൽ എനിക്ക് എന്താ തോന്നുന്നത്, നിവിൻ അവിടെ വന്ന് സാധനം ഉണ്ടാക്കാൻ അപ്പാനിയാണ് പറഞ്ഞത്. ഗിസേലിനോടും ഫുഡ് കഴിക്കാൻ പറഞ്ഞത് അപ്പാനിയാണ്. അവിടെ അനുമോള് പറഞ്ഞ കാര്യം കറക്റ്റ് ആണോ? ആവാതിരിക്കാം. കാരണം നമ്മൾ അതിന് മുന്നത്തെ ഇവള് വിചാരിക്കുകയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കില്ല എന്നുള്ള തോന്നലാണ് അനുമോള് പറയുന്ന ഒരു കാര്യം. ഇവിടെ ഈ അപ്പാനി കിച്ചൺ ടീം ക്യാപ്റ്റൻ, ആര്യൻ വീടിന്റെ ക്യാപ്റ്റൻ, ഇവർ രണ്ടാളും ഗിസേലിനായിട്ട് എന്താണ് ഓക്കെ ആയതുകൊണ്ട് ഗിസേലിനെ സമ്മതിച്ചു കൊടുക്കും. സമ്മതിച്ചു. പിന്നെ കിച്ചൺ ടീമിലുള്ളതാണ്, പറഞ്ഞാൽ കേൾക്കൂല്ലെങ്കിൽ കട്ട് തിന്നു. അപ്പൊ പിന്നെ കട്ട് തിന്നണ്ട, ഈ എന്തെങ്കിലും ഒന്നെടുത്തോന്ന് പറയുമ്പോൾ ആരെടുത്ത് തിന്നിട്ട് പോകും.
ഗിസേലിന് അതുകൊണ്ട് അവർ സമ്മതിച്ചു കൊടുത്തു എന്നാണ് ആര് പറയുന്നത്, അനുമോള് പറയുന്നത്. ശരിക്കും അനുമോളുടെ സൈഡിൽ നോക്കുമ്പോൾ അതൊരു പോയിന്റ് ആണെങ്കിലും എനിക്കതിൽ എന്ത് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ഇതൊക്കെ ഒരു ഇറലവൻസ് സാധനത്തിൽ അനുമോള് കയറി പിടിക്കുക. കാരണം ഗിസേലിനോടുള്ളൊരു ദേഷ്യം മൂത്തിട്ട് പിടിച്ചാണോ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിന് അപ്പാനി കയറി നല്ല ചൂട്. അതായത് അപ്പാനി ഇതിൽ കയറി തന്നെ ഈ പറഞ്ഞ അടിക്കാന്നുള്ളത്, പിന്നെ അത് മാറി, പിന്നെ അതല്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ ലൈവ് അഭിനയായിരുന്നു തോന്നുന്നു. എന്താണെങ്കിലും ഇവനെ ബാത്റൂമിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്നതിന്റെ ദേഷ്യമാണ് തോന്നുന്നത്. അപ്പാനി അത് അവിടെ നല്ല രീതിയിൽ പ്രൊവോക്ഡായി. അതാ എഗെയിൻ അനുമോളാണ് കണ്ടന്റ്. അനുമോള് കണ്ടന്റ് ഇട്ട് കൊടുക്കണം, അനുമോള് പിടിക്കണം. പക്ഷെ അപ്പാനിയും അക്ബറും വട്ടട്ടടിച്ചിട്ടു. ഇത് മറ്റേ KGF പറഞ്ഞ ഡയലോഗായി പോയി. നിങ്ങൾ ഈ അടിക്കുന്ന ഇരുമ്പിനാണറിയില്ല, അത് അടിച്ചടിച്ചടിച്ചടിച്ച് ഇരുമ്പ് കത്തിയായി എന്ന് പറഞ്ഞ പോലെ ഇവര് അടിച്ചടിച്ചടിച്ച് അല്ലെങ്കിൽ കൊടുത്ത് അനുമോള് നിന്ന് ഫൈറ്റ് ചെയ്തോട്ടാണ്. നിന്ന് നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പോയി കരയും, അത് വേറെ കാര്യം, കാല് പിടിക്കലും കരച്ചിലൊക്കെ നടക്കും. പക്ഷെ അവിടെ നിന്ന് തിരിച്ച് നല്ല രീതിക്ക് അക്ബറോടും മറ്റേ അപ്പാനീനോടും പറഞ്ഞു. പക്ഷെ അപ്പാനീനോട് ബിൻസീൻ്റെ സാധനം എടുത്തിട്ടത് വളരെ വളരെ മോശം പരിപാടിയാണ്. അവിടെയൊക്കെയാണ് ഈ പറഞ്ഞ അനുമോളുടെ ഈ പ്രോ കുലഫേസ് പുറത്ത് കാണുന്നത്. അത് ഭയങ്കര ബാഡ് സാധനമാണ്, ഭയങ്കര ടോക്സിക് സാധനമാണത്. ആ സാധനം എടുത്തടിച്ചത് വളരെ മോശമായി. അത് മോശമാവും അല്ലെങ്കിൽ മോശമായി പുറത്ത് പോകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പാനീനെ പോയി കാല് പിടിച്ചുള്ള നാടകം. അയ്യോ അപ്പാനി അതിൽ വീഴുന്നു തോന്നുന്നുണ്ട്. അപ്പാനി ഇനി അനുമോക്കെതിരെ പോയിക്കറിയില്ല, കാല് പിടുത്തവും പരിപാടികളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഇല്ല. അതിനിടയിലും വെറുപ്പിച്ച് റനാഫാത്തിനും വെറുതെ കിടന്നിട്ട് ഈ അപ്പാനിയും ഇവിടെ സംസാരിക്കും കിടന്ന് ചാടി കളിക്കുന്നുണ്ടോ, ഒരു കാര്യമില്ലാതെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു അവിടെ കിടന്നിട്ട്. അങ്ങനെ ആ അടി എന്ത് ചെയ്തു, ആ അടി ലൈവിൽ ഭയങ്കരമായിരുന്നേ. ആ അടി ഒരു സൈഡിൽ കൂടി ഇങ്ങനെ എപ്പിസോഡിൽ പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അഭിലാഷിന്റെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുള്ള. അഭിലാഷിനെ മാത്രമല്ല, രേണുവിനെ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട് കൺഫെഷൻ റൂമിലേക്ക്. ഫുള്ള് കാണിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവരൊക്കെ വീട്ടിൽ നിന്നുള്ളൊരു സാധനം വരുന്നൊരു ഐറ്റം ഉണ്ട്, അതിൻ്റെ ബിൽഡപ്പ് പോലെയാണ് ഈ സാധനം ഇവരെ വിളിച്ചതും കാണിച്ചതും. പിന്നെ കുറച്ച് ഡൗൺ ആണെന്ന് തോന്നിയ ആൾക്കാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിളിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ ഡൗൺ ആയി എന്നുള്ളൊരു ആസ്പെക്ട് അവർക്ക് സ്വയം ചിന്തിക്കാനും പിന്നെ ചെറിയൊരു മോട്ടിവേഷൻ. അവിടെ പിന്നെ ഇവരോടല്ലാതെ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ കഴിഞ്ഞുള്ള നോറൊക്കെ അങ്ങനെയായിരുന്നു. എന്തുണ്ടായാലും ബിഗ് ബോസിനോടൊന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ക്ലിയർ ആവും. അതുപോലെ എന്തെങ്കിലും സാധനത്തിന് വിളിപ്പിച്ചായിരിക്കാം. പ്ലസ് വീട്ടുകാരോടുള്ളൊരു മെസ്സേജും വീട്ടുകാർക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് വരുമ്പോൾ ഒരു ത്രില്ലിങ് സാധനമായിട്ടൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം എടുത്തിട്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മറ്റേ പരിപാടികൾ തുടങ്ങുന്നത്. ഷാനവാസ്, ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷാനവാസ് ഈ ബിൻസി നമ്മുടെ അപ്പാനി സ്കീമിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഐറ്റം വന്നത്. ആ സാധനത്തിൻ്റെ മുകളിലാണ് ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് എൻഡ് ആവാൻ നേരത്തുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല, ഗിസേലിനെ വിളിച്ചിട്ടുള്ളൊരു ഡയലോഗ് ഷാനവാസ് ആ സദാചാര കളി ഷാനവാസ് തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര മോശം പണിയാണ്. എനിക്ക് പേഴ്സണലി ഈ സദാചാര കാർഡ് ഇറക്കിയിട്ടുള്ള ഇങ്ങനത്തെ തെണ്ടി വർത്താനം എന്ന് ഞാൻ പറയും, അതിന് മുകളിൽ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഒരാൾക്ക് ചിലപ്പോൾ അയാളുടെ രീതികൾ, അയാളുടെ ആശയങ്ങൾ, ആദർശങ്ങൾ, അയാളുടെ മതപരമായ ആസ്പെക്റ്റ്, അങ്ങനെ പല സാധനങ്ങളും വന്നിട്ടായിരിക്കാം ചിലപ്പോൾ എന്ത് തോന്നുന്നത്, ഇങ്ങനത്തെ സാധനങ്ങൾ തോന്നുന്നത്. ചില ആളുകൾക്ക് വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരു പ്രോ കുല കൺസെപ്റ്റ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവാം. എന്തോ അങ്ങനത്തെ ഒരു എലമെൻറ്റ് ഭയങ്കരമായിട്ട് ഷാനവാസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കത് ആക്സെപ്റ്റബിളേ അല്ല. ഷാനവാസ് നല്ല ഗെയിമറാണ്, അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു ഗെയിമറാണ്. അവിടെ അപ്പാനിയും അക്ബറും വീക്കായി എന്ന് കണ്ടപ്പോൾ ഇപ്പുറത്ത് ഒനീലിനെയും മറ്റേ ആര്യനെയും ബാക്കി ആൾക്കാരെയും പിടിച്ചൊരു ടീം ഉണ്ടാക്കി ബെൽറ്റ് ഉണ്ടാക്കി ഇവർക്കെതിരെ തിരിച്ചടിക്കുന്ന ഷാനവാസിൻ്റെ സ്ട്രാറ്റജി ഒക്കെ നല്ലത്. ഒറ്റയ്ക്കാണെന്ന് കളി വർത്താനം മാത്രമേ ഉള്ളൂ. ഷാനവാസ് ഒറ്റയ്ക്കല്ല, ബാക്കിയുള്ളവരെ പിടിച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ളവരെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സന്ദേശം സിനിമയിലൊക്കെ ഉണ്ടല്ലോ, അപ്പുറത്തെ സ്ഥാനാർത്ഥിനെ നമുക്ക് വല്ല പെണ്ണ് കേസ് പെടുത്താമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ പോലെ അക്ബറിനൊരു സാധനം ഇട്ട് കൊടുത്തു. അക്ബറിനൊരു സാധനം ഇട്ട് കൊടുത്തതിന് ശേഷം നെവിനൊരു സാധനം വേറെ ഇട്ട് കൊടുത്തിട്ട് നെവിനൊപ്പം പിടിച്ചു. അക്ബറിനൊരു സാധനം ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം എന്തായി, അപ്പാനി ശരത്തിൻ്റെയും ബിൻസിൻ്റെയും സാധനം. അതൊരു ഭയങ്കര വേസ്റ്റ് സാധനമാണ്. കാരണം ഓൾറെഡി ബിൻസി ഔട്ടായതാണ്. ഇനി ആ പേരെടുത്ത് പറഞ്ഞ് വെച്ച് വീടിനകത്ത് ശരത്തിനെ ഇതങ്ങനെ ആക്കി പ്രവോക്കാക്കി അല്ലെങ്കിൽ ശരത്തിന് ഇട്ടിട്ട് ഇങ്ങനെ ആക്കി പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി എനിക്ക് ആസ് എ പേഴ്സൺ അത് ആ ഗെയിം ഷാനവാസിൻ്റെ എനിക്ക് അത്ര ഫെയർ ഗെയിമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഷാനവാസ് പറഞ്ഞ പോലെ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പാനി, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പാനി നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് വന്നത്. പക്ഷെ അത് അപ്പാനി അവിടെയും ഈ പറഞ്ഞ സാധനങ്ങൾ ഇട്ട് ടാർഗറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല.
അതെന്താണെങ്കിലും അങ്ങനത്തെ ഒരു ടാർഗറ്റിങ് ഒരു സൈഡിൽ കൂടി ചെയ്യുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആ കൺസേൺ ആണ് ആർക്ക്, മറ്റേ ബെൽറ്റിന്. അപ്പാനി അക്കു എന്താണ്, അക്കു അപ്പുവോ എനിക്കറിയില്ല, ഓർമ്മയില്ല ആ ബെൽറ്റിൻ്റെ പേര്. എന്തോ അങ്ങനെ പറയണ്ടേ, എന്തോ കുട്ടികളുടെ പേര് വെച്ചിട്ട്, കുട്ടികളുടെ എന്തോ പേര് പറഞ്ഞിട്ട് അപ്പു അക്കു എന്നിട്ട് പറഞ്ഞിട്ട് വരെ കളിയാക്കുന്നുണ്ട്, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഇനിയിപ്പോൾ ഷാനവാസ് എന്തൊക്കെ പടയൊരുക്കം നടത്തും എന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും കണ്ടറിയണം. ഷാനവാസ് നല്ല ഗെയിമറാണ്, നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഷാനവാസിൻ്റെ പ്ലാനിങ്ങും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഗിസൈലിനെ വിളിച്ചിരുത്തി അക്ബറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ബ്രദർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് അക്ബർ പിടിക്കുന്നത്, പക്ഷെ എന്നെ നോക്കിയ നോട്ടം ശരിയല്ല എന്നൊക്കെ. പക്ഷെ അതൊരു ചെറ്റ കളിയാണ് കളി, മനസ്സിലായല്ലോ. അതൊരു വൃത്തികെട്ട കളിയാണ്. ഈ ഒനീലിനെ പോലെ ഇത്രയും പ്രോഗ്രഷൻ തിങ്കിങ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ അവിടെ വാട്ടർ ബോട്ടിലും പിടിച്ചിരുന്നിട്ട് അതിൽ വായ നോക്കിയിരിക്കുന്നത് എനിക്ക് ഒരു താല്പര്യം തോന്നുന്നില്ല. ആ വൃത്തികെട്ട ഗെയിമിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. ഇനി കമൻറ്റ് ബോക്സിൽ ഷാനവാസിൻ്റെ ഫാൻസോ അനുമോളെ ഫാൻസോ ഒന്നും ആരും വന്ന് തൂറി മെഴുകി പോയിട്ടും കാര്യമില്ല. അങ്ങനത്തെ സാധനങ്ങളൊരു വേസ്റ്റ് സാധനമാണ്. ഒരാൾക്കെതിരെ ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങൾ എടുത്തിടുന്നത്, സദാചാര സാധനം എടുത്തിടുന്നത്. ഓക്കെ, അൺടിൽ അൺലെസ് അവർ ചെയ്തു അങ്ങനെ ആണെന്നുള്ള പ്രൂവ് ആവണവരെ അത് അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ ഈ റിയാലിറ്റി ഷോൻ്റെ അത് പോകാൻ പറ്റില്ല. പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവും. ഇവർ ഈ പറയുന്ന പോലത്തെ സെറ്റപ്പ് ഒന്നും അല്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ എപ്പിസോഡ് അത് എൻഡ് ആവുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ പറയല്ലോ, കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ, ഇതന്നെയായിരിക്കും മെയിൻ കണ്ടന്റ്. ഈ സദാചാര കണ്ടന്റാണ് ഇനി അവിടുത്തെ കണ്ടസ്റ്റൻസ് ഓടിക്കാൻ പോണത് തമ്മിൽ. ഒരാൾ വേറൊരാൾക്കെതിരെ ഈ സാധനം എടുത്തിട്ടിട്ട് പോയി കൊണ്ട് തന്നെ ഇരിക്കും.